ഒപ്റ്റിക്സ്. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ജനിച്ചു വീണ അന്നു മുതൽ നമ്മൾ കാണുന്നതാണ് പ്രകാശം. പക്ഷേ എന്താണ് പ്രകാശം എന്ന് ചോദിച്ചാൽ ഒരു 90% ആൾക്കാർക്കും അതിന് കൃത്യമായി ഉത്തരം പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. സെൻസേഷൻ ഓഫ് വിഷൻ ഉണ്ടാക്കുന്ന എന്തും ഏതും പ്രകാശത്തിൽ പെടുത്താം. കുറച്ചുകൂടെ ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒപ്റ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. നമ്മളിവിടെ ഒപ്റ്റിക്സിനെ 3 ബ്രാഞ്ചായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് അഥവാ റേ ഒപ്റ്റിക്സ്. 2 ഫിസിക്കൽ ഒപ്റ്റിക്സ് അഥവാ വേവ് ഒപ്റ്റിക്സ്. 3ാമത്തെ ക്വാണ്ടം ഒപ്റ്റിക്സ് ആണ്. നമ്മളിവിടെ 3ാമത്തെ ഭാഗമായിട്ടുള്ള ക്വാണ്ടം ഒപ്റ്റിക്സ് ഇവിടെ വളരെ വിശദമായിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും 2 ചാപ്റ്ററായിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. റേ ഒപ്റ്റിക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടൻ്റെ കോർപ്പസുലാർ തിയറിയാണ്. അഥവാ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ലൈറ്റാണ് നമ്മൾ റേ ഒപ്റ്റിക്സിൽ നടക്കുന്ന കാര്യം. പക്ഷേ വേവ് ഒപ്റ്റിക്സിൽ കുറച്ചുകൂടെ ആഴത്തിലുള്ള ക്രിസ്റ്റീൻ ഹൈജീൻസിൻ്റെ വേവ് തിയറി ആധാരമാക്കിക്കൊണ്ടുള്ള ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ലൈറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേവ് ഒപ്റ്റിക്സിൽ കോംപ്ലിക്കേറ്റഡ് ഫിനോമിനാസ് ആയിട്ടുള്ള ഇൻ്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, പോളറൈസേഷൻ തുടങ്ങിയ പല പ്രതിഭാസങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാൽ ഒപ്റ്റിക്സിൻ്റെ ആദ്യത്തെ ബ്രാഞ്ചായിട്ടുള്ള റേ ഒപ്റ്റിക്സിൽ നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ഫിനോമിനാസ് ആയിട്ടുള്ള റിഫ്രാക്ഷൻ തുടങ്ങിയ പ്രതിഭാസങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഉദാഹരണത്തിന് ഹ്യൂമൺ ഐ. നമുക്കറിയാം ഹ്യൂമൺ ഐ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഹ്യൂമൺ ഐ കൂടാതെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അതുപോലെ ടെലിസ്കോപ്പ് തുടങ്ങിയ പല ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ചാപ്റ്റർ 9 പാർട്ട് 1 റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. പ്രകാശം ഒരു പ്രതലത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് ബൗൺസ് ബാക്ക് ചെയ്യും അഥവാ റിഫ്ലക്റ്റ് ചെയ്യും. ഈ പ്രതിഭാസനം പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ 2 പ്രധാനപ്പെട്ട ലോയാണ് പറയാനുള്ളത്. ഇവിടെ ഈ ഡയഗ്രാം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഇൻസിഡൻറ്റ് റേ, അതേപോലെ റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇത് 3ഉം ഒരേ പ്ലെയിനിലായിരിക്കും. ഇതാണ് 1ാമത്തെ ലോ. ഇൻസിഡൻറ്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കും. ഇപ്പോൾ ഞാനിത് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്ലെയിൻ എക്സാമ്പിൾ ആണല്ലോ. 2ാമത്തെ ലോ എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും ഇത്ര. ഉദാഹരണത്തിന് ഈ ആംഗിൾ 30 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30 ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 40 ആയിരിക്കും. ഇതാണ് റിഫ്ലക്ഷൻ്റെ 2 പ്രധാനപ്പെട്ട ലോസ്. അടുത്തത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്. നമുക്കറിയാം മിറർ 2 തരമുണ്ട്. ഒന്ന് കോൺകേവ് മിറർ, ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. 2 കോൺവെക്സ് മിറർ. 2ലും പ്രകാശം തട്ടിക്കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്പെറിക്കൽ മിറേഴ്സ് ആർ പോർഷൻസ് ഓഫ് സ്പിയർ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഫുൾ സ്പിയറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മുറിച്ചെടുത്തതാണ് ഈ കാണുന്ന കോൺകേവ് മിററിൻ്റെ ഭാഗം. അവിടെ പറയുന്നത് സ്പെറിക്കൽ മിറേഴ്സ് ആർ പോർഷൻസ് ഓഫ് സ്പിയേഴ്സ് എന്ന് പറയുന്നത്. ഇഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ടേക്സ് പ്ലേസ് ഫ്രം ദ ഇന്നർ സർഫസ്, ഉൾഭാഗത്തു നിന്നാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് കോൺകേവ് മിററും, അതല്ല റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഫ്രം ദ ഔട്ടർ സർഫസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ, കോൺവെക്സ് മിററാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഔട്ടർ സർഫസ്, അവിടെയാണ് പ്രകാശം വന്ന് വീണാൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം മിററിനെ പറയുന്ന പേരാണ് കോൺവെക്സ്. ഇനി ജോമെട്രിക് സെൻറ്റർ ഓഫ് ദ മിറർ ഈസ് ടേംഡ് ആസ് പോൾ. ഉദാഹരണത്തിന് ഈ കേസിൽ നോക്കൂ,
ഇതാണ് ഇതിൻ്റെ ജോമെട്രിക് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരെന്താ? പോൾ എന്നാണ് അതിൻ്റെ പറയുന്ന പേര്. അടുത്ത പോയിന്റ്, ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് മിറർ ഫോംസ് എ പാർട്ട് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഏതൊരു സ്പിയറിൻ്റെയും സെൻറ്ററിനെ പറയുന്ന പേരെന്താ? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ്. അവിടേക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ. സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ ഓഫ് ദ മിറർ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ഈ ജോമെട്രിക്കൽ സെൻറ്റർ ആയിട്ടുള്ള ഈ പോളിനെ തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ഈ ലൈനിനെ പറയുന്ന പേരാണ് കോൺകേവ് മിററിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസ്. അതുപോലെ ഇവിടെ പോളിനെയും അതുപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ്. അടുത്തത് ഫോക്കൽ ലെങ്ത് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്. ഇൻ ദ കേസ് ഓഫ് കോൺകേവ് മിറർ, നാരോ ബീം ഓഫ് പാരലൽ ലൈറ്റ് incident parallel to the principal axis will pass through a point F on the principal axis after reflection. അത് നോക്കൂ, പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലായി കടന്നു വരുന്ന ഒരു റേ, ഇതാണ് റേ. അത് റിഫ്ലക്ഷന് ശേഷം ഒരു പോയിന്റോട് കടന്നു പോകുന്നു. ആ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലായിട്ട് വരുന്ന റേ ഈ പ്രതലത്തിൽ വന്ന് വീണതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്ത് കടന്നു പോകും. ആ റിഫ്ലക്റ്റ് ചെയ്ത് കടന്നു പോകുന്ന റേ പിൻഭാഗത്തേക്ക് ഇന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരയ്ക്കുക. ആക്ച്വലി ഈ റേ ഇവിടേക്ക് കടക്കുന്നില്ല, പക്ഷെ നമ്മൾ പിൻഭാഗത്തേക്ക് കടക്കുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ പിൻഭാഗത്തേക്ക് വരയ്ക്കുമ്പോൾ ആ പ്രിൻസിപ്പൽ ആക്സിസ് അത് കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. If the mirror is convex, the rays will diverge after reflection as they originate from a point F on the principal axis. And this point is called principal focus of mirror. Okay. The distance between the principal focus and the point P is called focal length. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത്. ഈ കേസിൽ ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത്. അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ് ഫോംഡ് ബൈ മിറേഴ്സ് ആണ്. നോക്കൂ, ആദ്യം നമ്മളിവിടെ ഒരു കോൺകേവ് മിററാണ് വരച്ചിരിക്കുന്നത്. കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഞാൻ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് വരച്ചിരിക്കുന്നു. ഇതൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന, ശ്രദ്ധിച്ച് നോക്കണുണ്ടോ, ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു റേ പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലായി വന്ന് വീഴുന്നു. റിഫ്ലക്ഷൻ ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. മറ്റൊരു റേ നേരെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോയി മിറമ ഒന്ന് വീഴുന്നു. ആ രണ്ട് റേയും റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം കൂട്ടിമുട്ടുന്ന പോയിന്റിൽ എവിടെയാണോ അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ ഇമേജിനെ പറയുന്ന പേരാണ് റിയൽ ഇമേജ്. ഈ കേസിൽ റിയൽ ഇമേജ് ഇൻവെർട്ടഡ് ആണ്. ആക്ച്വൽ ഓബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും കുറവാണ്. അവനെ പറയുന്ന പേര് ഡിമിനിഷ്ഡ് ഇമേജ് എന്നാണ് പറയുക. അപ്പോൾ റിയൽ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഈ കേസിൽ. എന്നാൽ ഒരു കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇതാണ് ഒബ്ജക്റ്റ്. ഇവിടുന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി വരുന്ന റേ, റിഫ്ലക്ഷൻ ശേഷം കടന്നു പോകുന്ന റേ നമ്മൾ പിൻഭാഗത്തേക്ക് നീട്ടി വരയ്ക്കുന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് വരുന്ന ഒരു റേ കൂട്ടിമുട്ടുന്ന പോയിന്റ് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തത് മടങ്ങി പോകുന്നു. ആ റേ നമ്മൾ പിൻഭാഗത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഒരു ഇമേജ്. അതുകൊണ്ട് തന്നെ അതൊരു അസംഷനാണ്. അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്ന പേരാണ് എന്താ? വെർച്വൽ ഇമേജ് എന്നാണ് പറയുക. വെർച്വൽ ഇമേജ്. അപ്പോൾ ഈ വെർച്വൽ ഇമേജ് റിയൽ ഒബ്ജക്റ്റിൻ്റെ പോലെ നേരത്തെ കേസിൽ തല കീഴായതായിരുന്നു. തല കീഴായിട്ടുള്ള ഇൻവെർട്ടഡ് ഇമേജ് ആയിരുന്നു. ഇവിടെ ഇൻവെർട്ടഡ് അല്ല, യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ നിൽക്കുന്ന ഇറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ ലൈറ്റ് റേസ് കമ്മിങ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ആക്ച്വലി കൺവേർട്ട് ടു എ പോയിന്റ്, ദ ഇമേജ് ഈസ് റിയൽ. റിയൽ ഇമേജസ് ക്യാൻ ബി സീൻ ഓൺ എ സ്ക്രീൻ. അപ്പോൾ കോൺകേവ് മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിനെ നമുക്കൊരു സ്ക്രീനിൽ കാണാൻ പറ്റുന്ന അർത്ഥം. പക്ഷേ ഇഫ് ദ റേസ് ഡു നോട്ട് ആക്ച്വലി മീറ്റ് ബട്ട് അപ്പിയർ ടു ഡൈവർജ് ഫ്രം എ പോയിന്റ്, ദ ഇമേജസ് ആർ വെർച്വൽ. നമ്മൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇമേജ് വെർച്വൽ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു സ്ക്രീനിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അടുത്തത് കാർട്ടീഷ്യൻ്റെ സൈൻ കൺവെൻഷൻ റൂൾസ് ആണ്. നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. ദ പോൾ നിങ്ങൾക്കിപ്പോൾ പോയിന്റ് മറന്നു പോരുത്. ദ പോൾ ഓഫ് ദ സ്പെറിക്കൽ സർഫസ് വിൽ ബി ദ ഒറിജിൻ. ഇതിനെ പറയുന്ന പേര് ഒറിജിൻ എന്നാണ് പറയുന്നത്. നോക്കൂ, രണ്ടാമത്തെ മുതലേ വളരെ പ്രധാനപ്പെട്ടതാണ് സൈൻ കൺവെൻഷൻ്റെ. നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ. ഉദാഹരണത്തിന് ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്.
ഒബ്ജക്റ്റിനെ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഈ ഇവിടുന്ന് മുതൽ പ്രിൻസിപ്പിൾ ഈ ആക്സിസിന് പാരലായിട്ട് വരച്ച് ഇവിടെ പോളിൽ നിന്ന് ഡിസ്റ്റൻസ് വേണമെങ്കിൽ വരയ്ക്കാം. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് പോളിലേക്ക് ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അല്ല, മറ്റൊരു മാർഗം പോളിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് വേണമെങ്കിൽ വരയ്ക്കാം. അതും എന്താ പറയുക, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. പക്ഷേ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ പ്രകാരം ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യേണ്ടത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അർത്ഥം. അതായത് ഇവിടെ നിന്ന് ഇവിടേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റില്ല, അതേസമയം ഇവിടെ നിന്ന് ഇവിടേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. അതാണ് ആദ്യം പറയുന്നത്, ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ. അപ്പോൾ ഇതാണ് ഇമേജ് എന്ന് വിചാരിക്കൂ. അപ്പോൾ ഡിസ്റ്റൻസ് എവിടെ നിന്ന് മെഷർ ചെയ്യേണ്ടത്? പോളിൽ നിന്ന് ഇമേജ് വരെ ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ വിൽ ബി പോസിറ്റീവ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ഈസ് നെഗറ്റീവ്. എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കാം, ഡയഗ്രം ഞാൻ വലുതാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഒരു റേ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു, കോൺകേവ് മിററിലേക്ക് വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ നമ്മൾ ഇൻസിഡൻറ്റ് റേ വരുന്ന ദിശയിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ വരയ്ക്കുക. ഇൻസിഡൻറ്റ് റേ വരുന്ന ദിശയിലാണെങ്കിൽ പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും ആയിരിക്കുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ പി എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. എല്ലാ ഡിസ്റ്റൻസും എവിടെ നിന്ന് മെഷർ ചെയ്യണം? പോളിൽ നിന്ന് മെഷർ ചെയ്യണം. അപ്പോൾ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അത് ഇൻസിഡൻറ്റ് റേയുടെ ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കണം. അതിനോട് എഴുതിയേക്കുന്നത് ഡിസ്റ്റൻസസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇനി ഡിസ്റ്റൻസസ് ടുവേർഡ്സ് റൈറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അതേമാതിരി പ്രിൻസിപ്പൽ ആക്സിസിന് മുകൾ ഭാഗത്തുള്ള വസ്തുവിൻ്റെ ഉയരം കാണുകയാണെങ്കിൽ അത് പോസിറ്റീവ്, താഴേക്കാണ് കാണുന്നതെങ്കിൽ നെഗറ്റീവ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട സൈൻ കൺവെൻഷൻ്റെ 3 റൂളായിട്ടൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഡിസ്റ്റൻസുകളും പോളിൽ നിന്ന് മെഷർ ചെയ്യണം. പിന്നെ നമ്മൾ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുമ്പോൾ ഇൻസിഡൻറ്റ് റേക്ക് അനുകൂലമായിട്ടാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവായിട്ട്, അതല്ല ഇൻസിഡൻറ്റ് റേക്ക് നമ്മൾ ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവായിട്ടും നമ്മൾ എടുക്കണം എന്നർത്ഥം. ഓക്കെ, ഇത് റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ആർ ആൻഡ് ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് പോളിൽ നിന്ന് ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് വരെ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ്. അതൊന്ന് കാണാൻ വേണ്ടി നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നു. ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെ കാണാം? അതായത് ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് ഇൻസിഡൻറ്റ് റേ, അവിടേക്ക് വരയ്ക്കുന്ന നോർമലാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണെങ്കിൽ ഇതും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ, കാരണം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വലാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തീറ്റയായിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിൾ തീറ്റയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ 2 തീറ്റയായിരിക്കും. അപ്പോൾ ഒന്നിട്ട് വായിച്ചു നോക്കില്ല, തീറ്റ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾസോ തീറ്റ. ഫ്രം ഫിഗർ QCP, ഞാൻ ഇവിടെ കർസർ ഓടിക്കാം, നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരുന്നു. QCP എന്ന് പറയുന്ന അതിൽ നിന്ന് ആംഗിൾ തീറ്റയാണെന്നറിയാം. അതുപോലെ QFP എന്ന് പറയുന്നത് 2 തീറ്റയാണ്. അപ്പോൾ 2 ആംഗിൾ നമ്മൾ കണ്ടുവച്ചു പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ ഫോർമുലയിൽ നിന്ന് ഇവിടെ ഈ QCP എന്ന് പറയുന്നത് നിന്ന് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് QP ബൈ റേഡിയസ് എന്ന് പറയുന്നത് PC ആണ്. അത് റേഡിയസ് ഓഫ് കർവേച്ചറാണ്. അപ്പോൾ ഇതെവിടെ QP ബൈ R കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ആംഗിളിൽ നിന്ന് QFP ഇസ് ഈക്വൽ ടു QFP എന്ന് പറയുന്നത് QFP എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ 2 തീറ്റയാണ്. ഇതാണ് ആർക്ക് QP, റേഡിയസോ PF ആണ്, അതായത് F ആണെന്നർത്ഥം. അപ്പോൾ നമ്മൾ QP ബൈ F കണ്ടുപിടിച്ചു. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു, ജസ്റ്റ് ഡിവൈഡ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ R ഈസ് ഈക്വൽ ടു 2F എന്ന് കിട്ടി. ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ഫോർമുല. എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ ട്വൈസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ
ഈ പി എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതിൻ്റെ പകുതി കണ്ടാൽ എന്ത് കിട്ടും? പി എഫ് കിട്ടും, അഥവാ സി എഫ്. രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അതിനെ പറയുന്ന പേരെന്താണ്? ഫോക്കൽ ലെങ്ത് എഫ് എന്നാണ് നമ്മൾ പറയുന്ന പേര്. അടുത്ത പോയിന്റ് മിറർ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. എന്താണ് മിറർ ഇക്വേഷൻ? നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഒരു ലെറ്റ് ആൻ ഒബ്ജക്റ്റ് ഒ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അറ്റ് എ ഡിസ്റ്റൻസ് യു ഫ്രം ദ, അപ്പോൾ നമ്മൾ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത് പോളിൽ നിന്നാണ്. അപ്പോൾ പിയിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് യു എന്ന് പറയുന്നത്. ഓക്കെ, എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഡിസ്റ്റൻസ് വി ഫ്രം ദ മിറർ. അപ്പോൾ പിയിൽ നിന്ന് ഐയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വി എന്ന് പറയുന്നത്. രണ്ട് ആംഗിൾ കാണുന്നു, ആംഗിൾ ബി പി ഒ. ശ്രദ്ധിച്ച് നോക്കുക, ബി പി ഒ എന്ന് പറയുന്ന ഈ ആംഗിൾ ആൻഡ് ഐ പി എം, ആംഗിൾ ഐ പി എം, അതായത് ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും ഈക്വലാണ് മാത്തമാറ്റിക്കലി. അതേപോലെ ആംഗിൾ ബി ഒ പി, ഏതാണ് ബി ഒ പി? ബി ഒ പി, അതായത് ഈ ആംഗിൾ അത് 90 ആണെന്ന് നമുക്കറിയാം. അതുപോലെ എം ഐ പി, അതായത് ഈ ആംഗിൾ, ഇത് രണ്ട് ആംഗിളും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, റൈറ്റ് ആംഗിൾ ആംഗിളാണ്. സോ അതിൻ്റെ ആംഗിൾ ഡിഗ്രി 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾ ഒ ബി പിയും അതുപോലെ ട്രയാംഗിൾ ഐ എം പി എന്ന് പറയുന്ന ഈ ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾസ് ആണ്. സിമിലർ ട്രയാംഗിൾസ് എന്ന പ്രത്യേകത അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടാൽ ഇത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ആ രണ്ട് ട്രയാംഗിളിൻ്റെ സൈഡിൻ്റെ റേഷ്യോ കാണുന്നു. ഒന്നാമത്തെ ട്രയാംഗിളിൻ്റെ ഒ ബി, രണ്ടാമത്തെ ട്രയാംഗിളിൻ്റെ ഐ എം. അപ്പോൾ ഒ ബി ബൈ ഐ എം ഈസ് ഈക്വൽ ടു ഒ പി ബൈ ഐ പി. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നു. അതേപോലെ മറ്റൊരു രണ്ട് സിമിലർ ട്രയാംഗിൾസ് ആണ് ട്രയാംഗിൾ ഒ ബി സിയും ട്രയാംഗിൾ ഐ എം സിയും. ഏതാ ട്രയാംഗിൾ ഒ ബി സി നോക്കാം. ട്രയാംഗിൾ ഒ ബി സി അതേപോലെ ട്രയാംഗിൾ ഐ എം പി. ഈ രണ്ട് ട്രയാംഗിളിൻ്റെ ഐ എം സി ആണ് കേട്ടോ. ഇവിടെ ഐ എം സി എന്ന് പറയുന്നത് ഐ എം സി എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ. ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾസ് ആയതുകൊണ്ട് അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കാണുന്നു. ഒ ബി ബൈ ഐ എം ഈസ് ഈക്വൽ ടു ഒ സി ബൈ സി ഐ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം എന്താ പ്രത്യേകത? രണ്ടിൻ്റെയും ഒരു സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. ഇവിടെ ഒ ബി ബൈ ഐ എം ആണ്, ഇവിടെയും ഒ ബി ബൈ ഐ എം ആണ് രണ്ടാമത്തെ ഇക്വേഷനിൽ. കമ്പയർ ചെയ്തു. അപ്പോൾ ആർ എച്ച് എസുകൾ ഈക്വൽ ആക്കി വെച്ചു. ഒ പി ബൈ ഐ പി, ഒ സി ബൈ സി ഐ. ഒ പി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് നോക്കണം കേട്ടോ. ഒ പി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, യു ആണ്, അത് കൊടുത്തു. അപ്പോൾ ഒ പിക്ക് പകരം യു കൊടുത്തു. ഐ പി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, വി ആണ്. ഒ സി എന്ന് പറയുന്നത് അത് നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. ഒ സി എന്ന് പറയുന്നത് മൊത്തം ഡിസ്റ്റൻസായ യുവിൽ നിന്ന് ഈ ഡിസ്റ്റൻസായ 6 മൈനസ് ചെയ്യണം. പി സി എന്ന് പറയുന്നത് റേഡിയസ് കർവേച്ചർ 6 ആണല്ലോ. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസായ യുവിൽ നിന്ന് 6 മൈനസ് ചെയ്താണ് നമുക്ക് ഒ സി എന്ന് പറയുന്നത്. അപ്പോൾ ഒ സിക്ക് പകരം യു മൈനസ് 6 കൊടുത്തു. അതേപോലെ സി ഐക്ക് പകരം ആർ മൈനസ് വി കൊടുത്തു. ഇതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ യു ആർ പ്ലസ് വി ആർ ഈസ് ഈക്വൽ ടു 2uv എന്ന് കിട്ടി. ആ ഇക്വേഷനെ നിരത്തി പിടിച്ച് യു വി ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ യു വി ആർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ യു വി ആർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ യു വി ആർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൽ കോമൺ ചില ടേമുകൾക്ക് ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 2/r. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് r ഈസ് ഈക്വൽ ടു 2f അത് ഇവിടെ കൊടുക്കാൻ പോകണം. അപ്പോൾ 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2f. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. നമ്മുടെ ഇക്വേഷൻ 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f. ഇനി ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കുക, സൈൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 2 റൂളാണ് പറഞ്ഞത്. ഒന്ന്, എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് മെഷർ ചെയ്യണം. 2, ഇൻസിഡൻറ്ററാക്കി അനുകൂലമായ ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവായിട്ടും അഗെയിൻസ്റ്റ് ആണ് നെഗറ്റീവായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ, പിയിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് യു എന്ന് പറയുന്നത്. അത് ഇൻസിഡൻറ്ററായിക്ക് ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ യു നെഗറ്റീവാണ്. ഇനി പിയിൽ നിന്ന് ഐയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വി എന്ന് പറയുന്നത്. അതും ഇൻസിഡൻറ്ററായിക്ക് ഓപ്പോസിറ്റ് ആണ് മെഷർ ചെയ്യുന്നത്, അപ്പോൾ വിയും നെഗറ്റീവാണ്. പിയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത്. അതും ഇൻസിഡൻറ്ററായിക്ക് ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ യുവും വിയും എഫും നെഗറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ വി യു എഫിന് പകരം ഞാൻ ആ നെഗറ്റീവ് വാല്യൂസ് കൊടുത്തു. എല്ലാത്തിലും ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് 2 സൈഡിലും കോമൺ ആയതുകൊണ്ട് 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f. ഇതിനെ പറയുന്ന പേരാണ് മിറർ ഇക്വേഷൻ. അപ്പോൾ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു റിലേഷനാണ്. കണക്റ്റിംഗ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്
ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു മിനിമം വാക്കിൽ വേണമെങ്കിൽ അതിനെ അവതരിപ്പിക്കാം. ചെറിയൊരു ടോപ്പിക് ഇവിടെ പറഞ്ഞ ശേഷം നിർത്താൻ പോകുന്നു. ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ വസ്തുവിനെ നമ്മളൊരു മിററിൽ കൂടെ കാണുമ്പോൾ വലുതായി കാണുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദി ഇമേജ് ടു ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് ഫോർമുല HI/HO. നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ നമുക്കറിയാം OBPയും IMPയും സിമിലർ ആണ്. അപ്പോൾ അതിൻ്റെ സൈഡിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ IMനും OBക്ക് പകരം IM എന്ന് പറയുന്നത് ഇമേജിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ HI കൊടുത്തു. OB എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ HO എന്ന് കൊടുത്തു. IP എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, V കൊടുത്തു. OP എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, U കൊടുത്തു. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം ഹൈറ്റിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴെയാണെങ്കിൽ നെഗറ്റീവാണ്, മോൾ ഭാഗത്താണെങ്കിൽ പോസിറ്റീവാണ്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് താഴെ ആയതുകൊണ്ട് ഇമേജ് ഫോം ചെയ്ത് ഇവിടെ നോക്കൂ. ഇമേജ് ഫോം ചെയ്തത് പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്ക് ആയതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇതാ വിയും യു നെഗറ്റീവ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ HI/HO ഈസ് ഈക്വൽ ടു -V/U. HI/Hന് പറയുന്ന പേരെന്താ? മാഗ്നിഫിക്കേഷൻ ആണ്. ദെർഫോർ മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു -V/U. അതായത് ഇമേജ് ഡിസ്റ്റൻസിനെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാഗ്നിഫിക്കേഷൻ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.